ട്യൂഡ് ജി ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ ഓഡ് കമ്പോണൻസ് ഓഫ് ജി മാനസിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡസ് നമുക്ക് കാണിക്കേണ്ടത്. പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ നമുക്കറിയാമല്ലേ, അവിടെ നമ്മളൊരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ എഡ്ജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ മാച്ചിങ് എന്ന് പറയുക. അതിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമുക്ക് മാച്ചിങ്ങിലേക്ക് എടുക്കാൻ പാടില്ല. ഇവിടെ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു മാച്ചിങ്ങിൽ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ വേർട്ടെക്സുകളൊക്കെ മാച്ചിങ്ങിലുണ്ട്, പക്ഷേ ഇത് ഏതെങ്കിലും മാച്ചിങ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മാച്ചിങ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിലാണ് ഇത് പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയാം. അങ്ങനെ പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ ഓഡ് കമ്പൗണ്ട്സ് ഓഫ് ജി മാനസിസ്, നമ്മുടെ ഒരു ഗ്രാഫ് ജി എടുക്കുന്നു, ആ ജിയിൽ നിന്ന് ജിയിലെ വേർട്ടെക്സുകളെ ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എസ് എന്ന് വിളിക്കുന്നു. ആ എസ് ഒഴിവാക്കിയിട്ടുള്ള നമ്മുടെ ഗ്രാഫ്, ആ ഗ്രാഫിലുള്ള ഓഡ് കമ്പൗണ്ട്സ് എത്ര ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിങ്ങനെ വലിയൊരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ, വലിയൊരു ഗ്രാഫാണ്. അങ്ങനെ ഇതേപോലെ വലിയൊരു ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓഡ് കമ്പോണൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇത് കണ്ടോ, ഓഡ് കമ്പോണൻസ് പറഞ്ഞാൽ ഓഡ് വേർട്ടീസസ് ഉള്ള കമ്പോണൻറ്റ്. ഇതിപ്പോൾ ഒരു ഓഡ് കമ്പോണൻ്റാണ്, ഇതൊരു ഓഡ് കമ്പോണൻ്റാണ്. അങ്ങനെ ഓഡ് കമ്പോണൻ്റ് ഉള്ള എത്ര വേർട്ടീസസ് ഉണ്ടെന്ന് നോക്കാം. അങ്ങനെയുള്ള ഓഡ് വേർട്ടീസസിൽ എത്ര കമ്പോണൻ്റ് ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ മോഡ് എസ്സിലുള്ള നമ്മുടെ എസ്സിലുള്ള വേർട്ടീസസിൻ്റെ എണ്ണത്തിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇവിടെ ഈഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആയിട്ട് രണ്ട് ഭാഗവും പ്രൂവ് ചെയ്യണം. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ജിക്ക് ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് ജി മാനസിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിലുള്ള എല്ലാ വേർട്ടീസസും എന്തുണ്ടായിരിക്കണം? ഏതെങ്കിലും ഒരു മാച്ചിങ്ങിലുണ്ടായിരിക്കണം. അത് നമുക്ക് ഈ ഗ്രാഫ് വെച്ച് പറയാം. നമ്മുടെ ഈ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഗ്രാഫ് മുഴുവനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അതിൽ നിന്ന് എസ് എന്ന് പറയുന്ന വേർട്ടീസസിനെ ഞാൻ വേറെ ആയിട്ട് വരച്ചു. അപ്പോൾ ഈ വേർട്ടീസസിലുള്ള ആൾക്കാർ V1 V2 എക്സെട്ര VNും പിന്നെയും കുറച്ച് ആൾക്കാർ എവിടെയുണ്ട്? നമ്മുടെ എസ്സിലുണ്ട്. ഇനി ഇതല്ലാതെ ഓഡ് കമ്പോണൻസ് ഉണ്ടാവും ജി മാനസിസിൽ, ഈവൺ കമ്പോണൻസും ഉണ്ടാവും. ഈ ഓഡ് കമ്പോണൻസിനെ മാത്രമല്ല നമുക്കിനി നോക്കേണ്ടുള്ളൂ. ഓഡ് കമ്പോണൻസ് ഓഫ് ജി മാനസിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡസ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇനി നോക്കിട്ടോ, ഈ G1ലുള്ള ആൾക്കാർ ഓഡ് കമ്പോണൻ്റാണെന്നല്ലേ പറഞ്ഞത്. ഓഡ് കമ്പോണൻ്റ് ഇപ്പോൾ ഞാൻ G1ൽ ഒരു 3 കമ്പോണൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, G2ൽ ഒരു 5 വേർട്ടീസസ്, ഓക്കെ, G3ൽ വീണ്ടും ഒരു 3 ആൾ. ഇനി നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് മാച്ചിങ് ആണ്. പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടീസസും ഏതെങ്കിലും ഒരു മാച്ചിങ്ങിൽ ഉണ്ടാവണം, സാച്ചുറേറ്റ് ആവണം. ഇപ്പം ഞാൻ ഇതിനെ ഒരു മാച്ചിങ്ങിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ പിന്നെ ഈ എഡ്ജിന് പിന്നെ എനിക്ക് മാച്ചിങ് കൊടുക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. കാരണം എന്താ? അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകളെ നമുക്ക് മാച്ചിങ്ങിന് എടുക്കില്ല. അപ്പോൾ ഇയാൾ ഒരു വേർട്ടീസസിലും ഇല്ലാതെ വരും, ഒരു മാച്ചിങ്ങിലും ഇല്ലാതെ വരും. അതേപോലെ തന്നെ നമ്മൾ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും ഓഡ് നമ്പർ ഓഫ് വേർട്ടീസസ് ഉള്ളെങ്കിൽ അതിൽ ഒരു വേർട്ടീസസ് നമുക്ക് മാച്ചിങ്ങിലല്ലാതെ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ G1ലുള്ള ആളായിരുന്നു, ഇത് നമ്മുടെ G2ലുള്ള ആളായിരുന്നു, ഇത് നമ്മുടെ G3ലുള്ള ആളാണ്. ഓക്കെ, അതേപോലെ എവിടെ വരെ ഉണ്ടാവും? GN വരെയുള്ള ഓഡ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ വേർട്ടീസസും നമുക്ക് എന്ത് ചെയ്യണം? മാച്ചിങ്ങിൽ വരുത്തണം, അല്ലേ, സാച്ചുറേറ്റ് ആക്കണം. അപ്പോൾ അതിന് ആകെ ഒരു വഴി എന്താ ഉള്ളത്? നമ്മൾ G-S എടുത്തപ്പോൾ അല്ലേ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നേ. അപ്പോൾ എസ്സിലുള്ള ഏതോ ഒരു വേർട്ടീസസ് ആയിട്ട് ഇവരെന്ത് ചെയ്തിരിക്കണം? കണക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എന്താ ഇങ്ങനെ വരണം. ഇനി ഇവർ ഇതിലേതെങ്കിലും രണ്ടാൾ ഒരു വേർട്ടീസസ് ആയിട്ട് കണക്റ്റ് ആവുമോ? ഇല്ല. കാരണം എന്താ? ഞാനിപ്പോൾ ഇതിനെ മാച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈനിന് എനിക്ക് മാച്ചിങ് വരക്കാൻ പറ്റില്ല, ഇത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്ജല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് മാച്ചിങ് കൊടുക്കാൻ കഴിയാഞ്ഞാൽ ഈ വേർട്ടീസസ് എന്താവും? അൺസാച്ചുറേറ്റ് ആവും, ഒരു മാച്ചിങ്ങിലും വരാതെ വരും. അപ്പോൾ ഓരോന്നിനും ഓരോ എഡ്ജിനും ഓരോ വേർട്ടീസസിനും ഓരോ എഡ്ജ് തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ N ഓഡ് കമ്പോണൻസ് ആണുള്ളത് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ N വേർട്ടീസസ് തന്നെ വേണം. പിന്നെ അതിന് പുറമേ നമ്മുടെ എസ്സിൽ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ, ഇതേപോലെ മാച്ച് ചെയ്യാത്ത വേറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ പരസ്പരം മാച്ചിങ് ആയിട്ട് അങ്ങനെ കിടന്നോളും. പിന്നെ അതേപോലെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഈവൺ കമ്പോണൻസ് അതും ഉണ്ടാവും. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ഓഡ് കമ്പോണൻ്റ് ഓഫ് ജി മാനസിസിൽ N ആൾക്കാർ നമ്മളെടുത്തു. ആ N ആൾക്കാരും എവിടെ ഉണ്ടാവും? നമ്മുടെ എസ്സിലുണ്ടാവും. അതിനേക്കാളും കൂടുതൽ ആൾക്കാരും എസ്സിലുണ്ടാവും.
അതല്ലാതെ വേറെ ആൾക്കാരും എസ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് എന്ന് കിട്ടി. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് മാച്ചിങ് ആണെന്ന് നമുക്ക് കാണിക്കണം. ഇതിനെന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? കോൺട്രഡിക്ഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് മാച്ചിങ് എല്ലാം എടുക്കും. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ ജീൻ്റെ ഒരു സൂപ്പർ സെറ്റായിട്ട് ഒരു ജി സ്റ്റാർ എന്ന് പറയുന്നൊരു ഗ്രാഫ് എടുക്കാം. ഈ ജി സ്റ്റാറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ജി സ്റ്റാറിലേക്ക് നമ്മൾ ഈ എടുത്ത ജി സ്റ്റാറിലേക്ക് ഒരു എഡ്ജും കൂടി കൂടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് മാച്ചിങ് ആവും. ഇപ്പം നിലവിൽ അത് പെർഫെക്റ്റ് മാച്ചിങ് അല്ല. ഒരു എഡ്ജും കൂടി കൂടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് മാച്ചിങ് ആവും. നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് എന്നാണ്. ഇപ്പോൾ നമ്മളെടുത്തുള്ള ജി സ്റ്റാർ എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെയൊക്കെ ഒരു സൂപ്പർ സെറ്റായിട്ട് വരുന്നൊരു ഗ്രാഫാണല്ലോ. അപ്പോൾ ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ മൈനസ് എസ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആയിരിക്കും. ഇനി ഞാൻ ഈ എസ്സിന് 5 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഓർഡർ ഓഫ് ജി സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയും. എന്ന് വെച്ചാൽ ജി സ്റ്റാറിലുള്ള ഓഡ് കമ്പോണൻസിൻ്റെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0യോ 0നേക്കാളോ ചെറുതോ, 0നേക്കാളോ ചെറുതാവോ എപ്പോഴെങ്കിലും കമ്പോണൻസിൻ്റെ എണ്ണം ഇല്ല. അപ്പോൾ ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് 0 കിട്ടും എപ്പോൾ? നമ്മൾ എടുക്കുന്ന എസ്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ. എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർട്ടെക്സിൻ്റെ ഒരു സബ്സെറ്റ്. അപ്പോൾ വേർട്ടെക്സിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ 5നെ എടുത്തതെന്ന് വെച്ചാൽ ആരും എടുക്കാതിരുന്നാൽ ജി സ്റ്റാറിലുള്ള ഓഡ് കമ്പോണൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ 5 അല്ലാത്ത കേസിലെടുക്കാം. 5 അല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഓഡ് കമ്പോണൻസ് അവിടെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ഓഡ് കമ്പോണൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? കംപ്ലീറ്റ് ഗ്രാഫ് എപ്പോഴും പെർഫെക്റ്റ് മാച്ചിങ് ആണെന്നോ കാര്യം നമുക്കറിയാം. കംപ്ലീറ്റ് ഗ്രാഫിൽ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണല്ലോ. കംപ്ലീറ്റ് ഗ്രാഫിൽ ഏത് വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആയിരിക്കും. നമ്മുടെ ഈ ജി സ്റ്റാർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് അല്ലല്ലോ, ഒരു എഡ്ജും കൂടി കൂടി കഴിഞ്ഞാലേ കംപ്ലീറ്റ് ഗ്രാഫ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ n-1 ഡിഗ്രി വരുന്ന ഡിഗ്രികളെ മാത്രം ഞാൻ യു എന്ന് വിളിക്കാം. ഇപ്പോൾ ഇതൊക്കെ n-1 ഡിഗ്രി വരുന്ന വേർട്ടെക്സ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ യു എന്ന് വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ എന്തായിരിക്കും? n-1 ഡിഗ്രി വരാത്ത വേർട്ടെക്സ് ആയിരിക്കും അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ജി സ്റ്റാർ മൈനസ് യുവിനെ കാണുന്നു. ഈ ജി സ്റ്റാർ മൈനസ് യു എന്ന് പറയുമ്പോൾ ഈ n-1 ഡിഗ്രി വരുന്ന വേർട്ടെക്സുകളെ ഒഴിവാക്കിയിട്ടുള്ള ജി സ്റ്റാറിലെ ആ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഡിസ്ജോയിൻറ്റ് കമ്പോണൻ്റ് ആണെന്ന് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് സബ് ഗ്രാഫ് പോലെ നമുക്ക് എന്ത് കിട്ടും? ജി സ്റ്റാർ മൈനസ് യുവിനെ കിട്ടും നമുക്ക് കാണിക്കണം. നമ്മളപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ കോൺട്രഡിക്ഷനാണ് കാണിക്കുന്നത്. കോൺട്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് ജി സ്റ്റാർ മൈനസ് യു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഒരു കമ്പോണൻ്റ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ ജി സ്റ്റാർ മൈനസ് യുവിലെ ഒരു കമ്പോണൻറ്റ് കംപ്ലീറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്താലും പോരെ? ജി സ്റ്റാർ മൈനസ് യുവിൻ്റെ ഒരു കമ്പോണൻറ്റ് നമ്മൾ എടുക്കുന്നു. ആ കമ്പോണൻറ്റ് എന്തല്ല? കംപ്ലീറ്റ് അല്ല എന്ന് കാണിച്ചാൽ മതി. ആ കമ്പോണൻറ്റിലുള്ള എലമെൻ്റാണ് എക്സും വൈയും സെഡും ഡബ്ല്യു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിനെയും വൈയിനെയും ഞാൻ ജോയിൻ ചെയ്ത എഡ്ജ് നമ്മുടെ ജി സ്റ്റാറിലുണ്ട്. വൈയിനെയും സെഡിനെയും ജോയിൻ ചെയ്ത എഡ്ജും ജി സ്റ്റാറിലുണ്ട്. ഇനി ഒരു പ്രോപ്പർട്ടി നമ്മൾ 1.6.14 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലാത്ത ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കമ്പോണൻറ്റ് കംപ്ലീറ്റ് അല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് അല്ലാത്ത ഇതേപോലത്തെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ 3 വേർട്ടീസസിൽ 2 എഡ്ജ് ജോയിൻ ചെയ്താൽ 3ാമത്തെ എഡ്ജ് അതിൽ ജോയിൻ ആവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാഫിൽ ഒരു എഡ്ജും കൂടി കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ജി സ്റ്റാർ എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരു എഡ്ജും കൂടി കൂടിക്കഴിഞ്ഞാൽ അതെന്താവും? പെർഫെക്റ്റ് മാച്ചിങ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എഡ്ജായിട്ട് ഞാൻ വൈ ഡബ്ല്യുവിനെ എടുക്കുന്നു. അപ്പോൾ വൈ ഡബ്ല്യു എന്ന് പറഞ്ഞ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആവാനുള്ള ആ ഒരു എഡ്ജ്. ഓക്കെ, പിന്നെ ഈ എക്സ് സെഡിന് നമ്മൾ ജോയിൻ ചെയ്യാത്തത് എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ ഈ എക്സസൈസിലുണ്ട് ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു ഗ്രാഫിൽ 3 വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 എഡ്ജ് ജോയിൻ ചെയ്താൽ 3ാമത്തെ എഡ്ജ് ജോയിൻ ചെയ്യാൻ പാടില്ല. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയാം? നമ്മൾ ഓരോ എഡ്ജ് ജോയിൻ ചെയ്യാം. ഞാൻ ഈ എഡ്ജ് ആദ്യം ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മുടെ ജി സ്റ്റാറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? M1 എന്ന് പറയുന്ന പെർഫെക്റ്റ് മാച്ചിങ് വരക്കുന്നു. അപ്പോൾ M1 എന്ന് പറയുന്ന ഒരു എഡ്ജും കൂടി ജോയിൻ ചെയ്താൽ ഇതെന്താവും? പെർഫെക്റ്റ് ആവുമല്ലോ. ജി സ്റ്റാറിൽ ഒരു എഡ്ജും കൂടി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് മാച്ചിങ് ആവും. അതിൽ ജി സ്റ്റാറിലെ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അതിൽ ഒരു കമ്പോണൻറ്റിലുള്ള കാര്യം നമ്മൾ ഈ പറയുന്ന ഒരു കമ്പോണൻറ്റിൽ നമ്മൾ എന്താ കംപ്ലീറ്റ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത്.
ആ ഒരു കമ്പൗണ്ടിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എഡ്ജും കൂടി കൂടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ എഡ്ജ് കൂടിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് ആവണം, ഈ എഡ്ജ് കൂടിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് ആവണം. ഇനി ഈ എഡ്ജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജി സ്റ്റാർ എന്ന് പറയുന്ന ഗ്രാഫ് ഈ ഒരു എഡ്ജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് ജി സ്റ്റാറിൽ ഒരു മാച്ചിങ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഞാൻ M1 എന്ന് വിളിക്കുക. ഇനി ഞാൻ ഈ എഡ്ജിനെ ജോയിൻ ചെയ്തില്ല, ഈ എഡ്ജിനെ ജോയിൻ ചെയ്തു, അപ്പോൾ നമുക്ക് ഈ ജി സ്റ്റാറിൽ വേറൊരു മാച്ചിങ് കിട്ടും. അതിന് ഞാൻ M2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സിമ്മറ്റിക് ഡിഫറൻസ് ഞാൻ എടുക്കുക. M1 സിമ്മറ്റിക് ഡിഫറൻസ് M2 എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ആ ഒരു ജി സ്റ്റാർ എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണെന്ന് വിചാരിക്കുക. ഇത് M1 ആണ്, ഇത് രണ്ടും M1 ആണ്. ഇനി ഈ കാണുന്നതാണ് M2 എന്ന് വിചാരിക്കുക. ഇവിടെ M1ൻ്റെ മുകളിൽ ഒരു M2 ഉണ്ട്. ഇത് അക്യുറേറ്റ് ആയിട്ടുള്ള ഗ്രാഫൊന്നുമല്ല കേട്ടോ, അങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്ജസിലൊന്നും വരാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറയാം എന്താണ് സിമ്മറ്റിക് ഡിഫറൻസ് എന്ന് കാണിക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ കിടക്കുന്ന എഡ്ജസ് ഉണ്ടല്ലോ, ഇങ്ങനെ സിംഗിളായിട്ട് കിടക്കുന്ന ഈ എഡ്ജസുകൾ നമ്മൾ സിമ്മറ്റിക് ഡിഫറൻസിൽ കാണേണ്ടതില്ല. ഇനി രണ്ടാളും ഒരുമിച്ച് വരുന്ന എഡ്ജസ് ഉണ്ടാവുമല്ലോ, അതിനെയും നമുക്ക് കാണണ്ട. രണ്ടാളും ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുന്ന എഡ്ജസ് ഉണ്ടാവുമല്ലോ, രണ്ടാളും വേറെ വേറെ കിടക്കുന്ന എഡ്ജസുകൾ. ഇപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ വേറെ വേറെ അല്ലേ കിടക്കുന്ന, ഓരോന്ന് മാത്രമല്ലോ അറ്റ് എ ടൈം. അപ്പോൾ ഇങ്ങനത്തെ എഡ്ജസുകളെയാണ് നമ്മൾ സിമ്മറ്റിക് ഡിഫറൻസിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ സിമ്മറ്റിക് ഡിഫറൻസിൽ നമ്മൾ എഡ്ജസുകളെ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അവിടെ ഏതുണ്ടാവും, M1 ഉണ്ടാവും, അല്ലെങ്കിൽ M2 ഉണ്ടാവും. രണ്ടും ഇല്ലാത്ത കേസും ഉണ്ടാവില്ല, രണ്ടുള്ള എഡ്ജസും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സിമ്മറ്റിക് ഡിഫറൻസ് എടുത്തു. അങ്ങനെ സിമ്മറ്റിക് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇവരെങ്ങനെ കിട്ടും എന്നറിയോ. ഇതാട്ടെ നമ്മുടെ ട്രയാങ്കിൾ കണ്ടോ, XYZ ട്രയാങ്കിളും ഇതുവരെ നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് സൈക്കിൾ പോലെ കിട്ടും. ഇവർ ഒരു സൈക്കിളിലായിട്ടും ഇവരൊരു സൈക്കിളിലായിട്ടും കിട്ടും. നമ്മൾ ഡിസ്റ്റോയിൻ്റ് സൈക്കിളാക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ മുഴുവനായിട്ട് ഒരു സൈക്കിളിൽ വരുന്ന കേസ് കിട്ടും. ഇനി രണ്ട് കേസായിപ്പോയി നമുക്ക് കിട്ടില്ലേ, ഒന്നെങ്കിൽ ഇവർ വേറെ സൈക്കിളും ഇവർ വേറെ സൈക്കിളിലും, അല്ലെങ്കിൽ ഇവർ മുഴുവനായിട്ടൊരു സൈക്കിളിൽ വരുന്ന പോലെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർ നോക്കിയിട്ട് ഈ സൈക്കിളിലെ നമ്മുടെ ഈ M1 എന്ന് പറയുമ്പോൾ ഈ ഡാർക്ക് ലൈനിൽ വരച്ച ആൾക്കാരും ഈ സൈക്കിളില്ലാത്ത M2 എന്ന് വെച്ചാൽ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ M2 ഇവിടെ ഈ വേവി ലൈൻസിൽ വരച്ച ഈ M2, ഈ സിയിലുള്ള M1ഉം സിയിലില്ലാത്ത M2 ഇവരെന്ത് ഫോം ചെയ്യുമെന്ന് അറിയാൻ നിങ്ങൾക്ക് ഈ ജി സ്റ്റാറിൽ ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഫോം ചെയ്യും. ഈ സി എന്ന് പറയുന്ന ഈ സൈക്കിളിലുള്ള M1ഉം സി എന്ന് പറയുന്ന സൈക്കിളിലില്ലാത്ത M2 ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് മാച്ചിങ് നമ്മുടെ ജി സ്റ്റാറിലുണ്ടാവും. അതേപോലെ ഒരു സൈക്കിളിലാണ് ഇവരെല്ലാവരും കൂടി വരുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആട്ടോ സൈക്കിൾ വരിക, ഉണ്ടോ ഈ സൈക്കിൾ ഇങ്ങനൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ സൈക്കിളിലുള്ള M1 ഈ ഡാർക്ക് ലൈൻസും YZും പിന്നെ ഈ സിയിലില്ലാത്ത M2 സൈക്കിളിലുള്ള M1ഉം YZും സിയിലില്ലാത്ത M2 അതും ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടാക്കും. അപ്പോൾ ഈ രണ്ട് കേസേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഏത് H എന്ന് പറയുമ്പോൾ M1ൻ്റെയും M2ൻ്റെയും സിമ്മറ്റിക് ഡിഫറൻസിൽ. ആ രണ്ട് കേസിലും നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ജി സ്റ്റാറിൽ ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടെന്ന് കിട്ടി. ജി സ്റ്റാർ മൈനസ് യുവിൽ ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എന്താ കിട്ടിയത്, ജി സ്റ്റാർ മൈനസ് യുവിലെ ഏത് കമ്പോണൻ്റ് എടുത്താലും അവരൊക്കെ പെർഫെക്റ്റ് മാച്ചിങ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാ നമ്മൾ കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്തു. അപ്പോൾ ജി സ്റ്റാർ മൈനസ് യു എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് ഡിസ്ജോയിൻ്റ് കമ്പോണൻ്റ് ആണ് കിട്ടി. ഇനി ഈ ഗ്രാഫ് നോക്കിയേ, നമ്മുടെ ജി സ്റ്റാറിൽ നിന്ന് യുവിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓഡ് കമ്പോണൻസുകളും ഉണ്ടാവും, ഈവൺ കമ്പോണൻസ് ഉണ്ടാവും. കംപ്ലീറ്റ് ഗ്രാഫ് ആയതുകൊണ്ട് ഇതിലുള്ള എല്ലാ വേർട്ടക്സുകളും എന്തായിരിക്കും, എല്ലാ വേർട്ടക്സും സാച്ചുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നോക്കിയേ, ഇതിൽ ഓഡ് കമ്പോണൻസിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും എന്തായിരിക്കണം, സാച്ചുറേറ്റ് ചെയ്ത് കിടക്കണമല്ലോ. അപ്പോൾ ഇതിലുള്ള ഓരോ വേർട്ടക്സുകളും ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാച്ചുറേറ്റ് ചെയ്യാത്ത വേർട്ടക്സുകളും ഈ യു ആയിട്ട് കണക്ട് ചെയ്യണം. ഈവൺ കമ്പോണൻസ് അവരൊരു പെർഫെക്റ്റ് മാച്ചിങ് ആയിരിക്കും. ഇതിലുള്ള ആൾക്കാർ ഇവർ മുഴുവൻ പെർഫെക്റ്റായി, ഇവർ ഓൾറെഡി പെർഫെക്റ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവരെന്തായി, പെർഫെക്റ്റ് ആയല്ലോ. അപ്പോൾ നമുക്കതിൽ നിന്ന് ജി സ്റ്റാർ ഒരു പെർഫെക്റ്റ് മാച്ചിങ് ആണെന്ന് കിട്ടി. ജി സ്റ്റാർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ജി സ്റ്റാർ മൈനസ് യു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജി സ്റ്റാർ ഇത് മുഴുവനായിട്ട് ജി സ്റ്റാർ അല്ലേ, ഇത് മുഴുവൻ പെർഫെക്റ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ
ജി സ്റ്റാർ പെർഫെക്റ്റ് അല്ല എന്നായിരുന്നു നമ്മളിവിടെ അസ്യൂം ചെയ്തത്. ജി സ്റ്റാറിൽ ഒരു എഡ്ജ് കൂടി കഴിഞ്ഞാലേ പെർഫെക്റ്റ് ആവുള്ളൂ നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. പക്ഷേ ആ ജി സ്റ്റാർ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാൻ പറ്റും, നമ്മുടെ ജിയും പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പ്രൂവ് ചെയ്തു.